ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പാർവതി ശേഖറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. മോള് ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വന്നെന്ന് ശേഖരൻ ചോദിക്കുമ്പോൾ ഇപ്പോൾ വന്നതേ ഉള്ളെന്നും പറഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിൽ മണിയടിച്ച കാര്യമൊക്കെ ശേഖറിനോട് പറയുകയാണ് പാർവതി. അല്ലെങ്കിലും മോളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കുക തന്നെ ചെയ്യും. പിന്നെ മുത്തശ്ശ ഒരു കാര്യം കൂടി ഉണ്ടെന്ന് പറഞ്ഞ് ഗായത്രിയുടെ കൊലുസ് ശേഖറിനെ കാണിക്കുകയാണ് പാർവതി. അത് കണ്ടയുടൻ ശേഖരൻ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. ഇത് ആരുടെ കൊലുസാണെന്ന് മോൾക്കറിയാമോ? ഗായത്രി അമ്മയുടെ കൊലുസാണ്. ഇതെങ്ങനെ അവിടെ വന്നു മുത്തശ്ശ? മോൾക്കിത് എവിടെ നിന്നാ കിട്ടിയതെന്ന് ശേഖരൻ ചോദിക്കുമ്പോൾ ജയയുടെ ആത്മാവ് തന്നെ പാമ്പിൻ പുറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയതും നാഗരാജാവ് തനിക്ക് കൊലുസ് നൽകിയതുമായ കാര്യങ്ങളെല്ലാം തന്നെ ശേഖരനോട് പറയുകയാണ് പാർവതി. ഇത് എത്തേണ്ട സ്ഥലത്ത് തന്നെയാ മോളെ എത്തിയിരിക്കുന്നത്. മോളിനി ഇത് സൂക്ഷിച്ചാൽ മാത്രം മതി. പിന്നെ ആ മ്യൂസിക് ബോക്സ് ഉണ്ടല്ലോ, അത് തുറക്കേണ്ട താക്കോല ആ കൊലുസിനകത്തുള്ളത്. ഇത്രയും കാര്യങ്ങൾ അറിയാവുന്ന മുത്തശ്ശന് അതിൻ്റെ അകത്ത് എന്താണെന്നും അറിയാമായിരിക്കുമല്ലോ എന്ന് പാറു ചോദിക്കുമ്പോൾ ശേഖരൻ പറയുകയാണ്, അതിൻ്റെ അകത്തുള്ളത് ഗായത്രി അമ്മയുടെ ജീവനാണ്, ഗായത്രി അമ്മയുടെ ആത്മാവാണ്. ഇത് കേൾക്കുന്ന പാറുവിന് അന്ന് വിശാലം ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് ഓർമ്മ വരികയാണ്. മോൾ എത്രയും പെട്ടെന്ന് ആ പെട്ടി തുറക്കാൻ നോക്കെന്ന് ശേഖരൻ പറയുമ്പോൾ ഞാൻ ഈ കാര്യം വിശാൽ സാറിനോട് പോയി പറയട്ടെ എന്ന് പറഞ്ഞ് പാറു അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ജാസ്മിനെയാണ്. പാറുവിനെ വകവരുത്താൻ കഴിയാത്തതിൻ്റെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് ജാസ്മിൻ. അതേസമയം സുശീല ജാസ്മിൻ്റെ അടുത്തേക്ക് വരുന്നു. ജാസ്മിൻ, നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ആൻറ്റി കാരണമാ ഇതൊക്കെ ഉണ്ടായത്. ഞാൻ മര്യാദയ്ക്ക് അവിടെ മണിയടിക്കാതെ നിന്നതാ. അപ്പോൾ ആൻറ്റിക്കായിരുന്നു നിർബന്ധം ഞാൻ മണിയടിക്കണമെന്ന്. ഇത് കേൾക്കുന്ന സുശീല ജാസ്മിനോട് സോറി പറയുകയാണ്. ഇനി മുതൽ നീ അവളെ വകവരുത്താൻ ശ്രമിക്കുമ്പോഴേ അതൊക്കെ വർക്കൗട്ട് ആകുമോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്തേക്ക്, അതല്ലേ നല്ലത്. ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ്, എങ്കിലൊരു കാര്യം ചെയ്യാം, ഞാൻ എപ്പോഴും ആൻറ്റിയെ വിളിക്കാം ടെസ്റ്റ് ചെയ്യാൻ. ഓരോരോ മണ്ടൻ ഐഡിയകളുമായിട്ട് വന്നോളും, ഒന്ന് പോകാവോ എന്ന് ജാസ്മിൻ പറയുമ്പോൾ സുശീല അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിശാലിനെയാണ്. വിശാലിൻ്റെ അടുത്തേക്ക് ആ മാജിക് ബോക്സും ഗായത്രിയുടെ കൊലുസുമായിട്ട് ചെല്ലുകയാണ് പാറു. വിശാൽ സാറിന് ഈ കൊലുസാറിൻ്റെ ആണെന്ന് അറിയാമോ എന്ന് പാറു ചോദിക്കുമ്പോൾ ഇതെൻ്റെ അമ്മയുടെ ആണെന്ന് പറഞ്ഞ് ഗായത്രിയുടെ കാലിൽ കൊലുസ് കിടക്കുന്ന ഒരു ഫോട്ടോ പാറുവിന് കാണിച്ചു കൊടുക്കുകയാണ് വിശാൽ. പക്ഷേ ഈ കൊലുസ് ആ പാമ്പിൻ പുറ്റിൻ്റെ അകത്ത് എങ്ങനെ വന്നെന്നാ എനിക്കറിയാത്തത്. ഇത് കേൾക്കുന്ന വിശാൽ പറയുകയാണ്, ശേഖരൻ എൻ്റെ അമ്മയെ കൊന്നിട്ട് ആഭരണങ്ങളെല്ലാം വലിച്ചെറിഞ്ഞതായിരിക്കും. അയാളെ കൊല്ലണം എനിക്കെന്ന് വിശാൽ പറയുമ്പോൾ പാറു ചോദിക്കുകയാണ്, എന്നിട്ട് അയാളെ കൊന്നിട്ട് വിശാൽ സാർ ജയിലിൽ പോകുമോ? പിന്നെ എനിക്കാരാ ഉള്ളത്? അത് പിന്നെ പാർവതി, ഞാൻ ആ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് വിശാൽ സാർ, ഈ മാജിക് ബോക്സ് തുറക്കാനുള്ള താക്കോല ആ കൊലുസിലുള്ളത്. വിശാൽ സാർ അതിപ്പോൾ തന്നെ തുറക്കണമെന്ന് പാറു പറയുന്നു. തുടർന്ന് വിശാൽ അത് തുറക്കാൻ വേണ്ടി കയ്യിലെടുത്തിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ വേണ്ട, നാളെ മദേഴ്സ് ഡേ അല്ലേ, നമുക്ക് ഈ പെട്ടി പ്രഭാവതി അമ്മയ്ക്ക് കൊടുക്കാം, എന്നിട്ട് അമ്മയുടെ കൈകൊണ്ട് തന്നെ ഇത് തുറക്കാം. ഇത് കേൾക്കുന്ന പാറുവും പറയുകയാണ്, അത് നല്ല കാര്യം തന്നെ, നമുക്ക് നാളെ അമ്മയെ കൊണ്ട് തന്നെ ഇത് തുറപ്പിക്കാം. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ശേഖരൻ ഗായത്രിയമ്മയുടെ ഫോട്ടോക്കടുത്തേക്ക് പോകുന്നതാണ്. 24 മണിക്കൂറിനുള്ളിൽ അമ്മയെ ചതിച്ചവരുടെ സത്യമെല്ലാം പുറത്തു വരും. ഞാൻ എല്ലാവരുടെ മുമ്പിൽ സത്യങ്ങൾ വിളിച്ചു പറയും. എന്നിട്ട് അമ്മയുടെ മകൻ തന്നെ ആ പ്രഭാവതിയെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കും. അത് ഞാൻ കാണുക തന്നെ ചെയ്യുമെന്നും ശേഖരൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയെയും പ്രതാപനെയുമാണ്. എങ്കിലും ജാസ്മിൻ എവിടെയായിരിക്കും പിഴച്ചത്? ആ പാർവതിക്ക് ഒടുക്കത്തെ തൊലിക്കട്ടി തന്നെയാ. എത്ര വലിയ കെണിയൊരുക്കിയാലും അവള് ബുദ്ധിപൂർവ്വം അതിൽ നിന്നുമെല്ലാം രക്ഷപ്പെടുകയാണല്ലോ. എങ്കിലും ജാസ്മിന് കിട്ടിയ പണി അപാരം തന്നെയെന്ന് പ്രതാപനും പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വിശാൽ വരികയാണ്. ഞാൻ കരുതി നിങ്ങൾ ഉറങ്ങിക്കാണുമെന്ന്. നാളെ മദേഴ്സ് ഡേ അല്ലേ, നമുക്കതൊന്ന് ആഘോഷിക്കണം. പിന്നെ ഞാൻ അമ്മയ്ക്കൊരു സമ്മാനം തരുന്നുണ്ട്. ഇത് കേൾക്കുന്ന പ്രഭാവതി സന്തോഷത്തോടെ ചോദിക്കുകയാണ്, സർപ്രൈസ് ഗിഫ്റ്റ് ആയിരിക്കുമല്ലേ? അതെ അമ്മേ, നിങ്ങൾ എല്ലാവരും ഇത്രയും നാളും നേരിട്ട് കൊണ്ടിരുന്ന ഒരു പ്രശ്നത്തിന്റെ പരിഹാരമാ ആ ഗിഫ്റ്റ്. അത്രയും പറഞ്ഞുകൊണ്ട് വിശാൽ അവിടെ നിന്ന് പോകുമ്പോൾ പ്രതാപം പറയുകയാണ്, അവനൊരു ബോംബ് പൊട്ടിച്ചിട്ടാണല്ലോ ചേച്ചി പോയിരിക്കുന്നത്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് മദേഴ്സ് ഡേയുടെ ആഘോഷങ്ങൾക്ക് വേണ്ടിയെല്ലാം ഒരുക്കങ്ങളെല്ലാം നടത്തിയിരിക്കുന്നതാണ്. എല്ലാവരും വിശാലിനും പാർവിനും വേണ്ടി കാത്തു നിൽക്കുകയാണ് ഹാളില്. അതേസമയം ശേഖരനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. തുടർന്ന് വിശാല് കയ്യിലൊരു ഗിഫ്റ്റുമായി താഴേക്ക് വരുമ്പോൾ എല്ലാവരും വിശാലിനെ നോക്കുകയാണ്. തുടർന്ന് സുശീല ചോദിക്കുകയാണ്, എന്താ വിശാൽ, നിന്റെ പ്രഭാവതി അമ്മയ്ക്ക് മാത്രമേ ഗിഫ്റ്റ് ഉള്ളൂ? നിന്റെ മരിച്ചുപോയ ഗായത്രി അമ്മയ്ക്ക് നീ ഗിഫ്റ്റൊന്നും കൊണ്ടുവന്നില്ലേ? അമ്മയെ ഞാൻ ഒരിക്കലും മറക്കില്ല. അമ്മയ്ക്കുള്ള ഗിഫ്റ്റുമായിട്ട് പാർവതി വരുന്നുണ്ടെന്ന് വിശാൽ പറയുന്നു. ഇതൊക്കെ കേട്ട് പരിഭ്രാന്തിയോടെ വിശാലിനെ നോക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.